6 ദിവസം മുമ്പാണ് സിന്ധു കൃഷ്ണയുടെ അച്ഛൻ്റെ മരണം സംഭവിച്ചത്. ഇപ്പോഴിതാ സഞ്ചയനമെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിങ്ങലോടെ വേദനയോടെ പറയുകയാണ് സിന്ധു. തലേ ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകളെല്ലാം നടത്തി തിരിച്ചു വന്നപ്പോഴും അതിനുശേഷം തൊട്ടടുത്ത ദിവസവും സന്തോഷത്തോടെ വീട്ടിൽ സമയം ചെലവഴിച്ചിരുന്ന ഡാഡിയെ കണ്ടതാണ്. എന്നാൽ പെട്ടെന്നാണ് ബാത്റൂമിൽ പോയപ്പോൾ കുഴഞ്ഞു വീണതും പിന്നാലെ ജീവൻ നഷ്ടമായതും. ആ ഓർമ്മകളെല്ലാം ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളായി എന്നും സിന്ധുവിൻ്റെ മനസ്സിൽ നിൽക്കും. അതെല്ലാം ഇപ്പോൾ പ്രേക്ഷകരോടും പങ്കുവച്ചിരിക്കുകയാണ് സിന്ധുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഞായറാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യുവാൻ കുറെ ഫൂട്ടേജസ് എടുത്തു വച്ചിരുന്നു. ഒരാഴ്ചത്തെ എൻ്റെ വ്ളോഗ് ഫൂട്ടേജസ് ആയിരുന്നു. അതിൽ ശനിയാഴ്ച എടുത്ത ഫൂട്ടേജിൽ ഡാഡിക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതുമായ ചെറിയ ഫൂട്ടേജുകളും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ജീവിതം. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിയുക. ശനിയാഴ്ച ആശുപത്രിയിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മോഹൻലാലിൻ്റെയും ശ്രീനിവാസന്റെയും ഏതോ സിനിമയിൽ നിന്നുള്ള കോമഡി ആസ്വദിക്കുന്ന വീഡിയോ ഡാഡിയുടെ ഹോം നേഴ്സ് ആദി എനിക്ക് അയച്ചു തന്നിരുന്നു. ആദി വളരെ നല്ലൊരു സ്വീറ്റ് ബോയിയാണ്. എപ്പോഴും ഡാഡിയുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുമായിരുന്നു. അന്ന് ആ ദിവസം വൈകുന്നേരം താജിൽ പോയ ദിവസമാണ് ഡാഡിക്ക് വയ്യ, ബാത്റൂമിൽ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആംബുലൻസ് വിളിക്കുമ്പോഴൊക്കെ ഡാഡി കുഴപ്പമില്ലാതെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിക്കലും ഇതുപോലെയൊന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ഡാഡിക്ക് കുറച്ച് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ഓക്കെ ആയിരുന്നു. സ്ട്രോക്ക് വന്നതിൻ്റെ സർജറി കഴിഞ്ഞതിൻ്റെയും ക്ഷീണമുണ്ടായിരുന്നുവെന്ന് മാത്രം. നടക്കാനും ഇരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ധാരാളം മരുന്ന് കഴിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും. പക്ഷേ അപ്രതീക്ഷിതമായി ഡാഡി വിടവാങ്ങി. എൻ്റെ സ്ഥിരമുള്ള ഹോം വീഡിയോസിൽ ഡാഡിയുടെ കുറച്ച് വിഷ്വലുകൾ ചേർക്കാൻ നോക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് ഡാഡിയുടെ പുതിയ ക്ലിപ്പിങ്ങുകൾ ഒന്നും കാണില്ല. ഇതുവരെ ചേർക്കാത്ത പഴയ വീഡിയോസ് മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കണം. ഡാഡി വേദനിച്ചൊന്നും കാണില്ല. സമാധാനപൂർണമായ അന്ത്യമാകും. ആശുപത്രിയിലേക്ക് പോകുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തിരിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ചിന്തിച്ചു. ഇത്രയും അടുപ്പമുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് വിട പറയുന്നത്. അതിൽ നിന്നും ഇപ്പോഴും മുക്തയായിട്ടില്ല എന്നാണ് സിന്ധു കൃഷ്ണ വേദനയോടെ പങ്കുവച്ച വാക്കുകൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.